بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. أطعت الهوى خالفت أقوال أحمدي فأكثرت من ذنب بسبب ومعمدي ومن نزل خوفي من ذنوبي تعمدي طفقت غباري نسر فخري محمدي ليمحو ما الأملاك من زللي خطو صلاة وتسليم أزكى تحيتي على المصطفى المختار خير البرية. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, കാരണവന്മാർ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ ഉസ്താദന്മാരെ, മശായിഖന്മാരും, നമുക്ക് ദുആ കൊണ്ട് കടപ്പാടുള്ളവരും, മാതാപിതാക്കൾ, മജ്‌ലിസിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് മഹത്തുക്കളോടൊപ്പം ഒരുമിച്ച് കൂട്ടി പെരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിക്കാനും ജീവിതത്തിൽ വന്ന ദോഷങ്ങൾ പൊറുപ്പിക്കാനും ഈ മജ്‌ലിസ് അല്ലാഹു കാരണമാക്കി പെരുമാറാവട്ടെ. ഇനി ഒരു നീണ്ട പ്രഭാഷണം നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടികളുടെ ദർശനവും മറ്റു പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. 8:45 ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞ ടൈം അതായിരുന്നു. അതുകൊണ്ട് തന്നെ 9:45 കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കുട്ടികളുടെ പരിപാടി നടക്കണം. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് മുഅ്മിനായി ജീവിക്കാൻ അല്ലാഹു അവസരം നൽകിയെന്ന്. ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന സർവ്വ സഹോദര സഹോദരിമാരോടും നമ്മൾ മുത്തുനബിയുടെ മധുരമായി കൊണ്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മധുരകൾ കേൾക്കാനും പറയാനും ഒക്കെ ഒരുമിച്ച് കൂടിയവരാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ലോകത്ത് എത്രയോ കോടാനുകോടി ജനങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അതേ പ്രകാരത്തിൽ മനുഷ്യേതര ജീവികളുണ്ട്, മനുഷ്യരല്ലാത്ത മറ്റു ജീവികളുണ്ട്. എന്നാൽ അല്ലാഹുവിൻ്റെ ആ മഖ്ലൂഖുകളിൽ നിന്നെല്ലാം അല്ലാഹു തആല പ്രത്യേകം സ്ഥാനം കൊടുത്ത് ബഹുമാനിച്ച് അല്ലാഹു തആല പ്രത്യേകിച്ച് സ്ഥാനം കൊടുത്ത് ബഹുമാനിച്ച് ആദരിച്ച ഒരു വിഭാഗമാണ് മനുഷ്യർ എന്ന് പറയുന്നത്. ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അവൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ആ ജീവിതത്തിന്റെ പരിണിത ഫലം എന്താണെന്നും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പ്രകടിപ്പിച്ചത്. ഇവിടെയുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകാം, ഭരണരംഗത്തുള്ള നേതാക്കന്മാരുണ്ടാകാം, സാമ്പത്തിക രംഗത്തുള്ള പ്രതാപമുള്ളവരുണ്ടാവാം. ഈ ആളുകളെ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷയം നമുക്ക് കിട്ടുന്നില്ല. മനുഷ്യന്റെ ജീവിതം എന്താണ്? അവൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? അവന്റെ ബാധ്യത എന്താണ്? ഇനി അവന്റെ ജീവിതം കൊണ്ട് എന്താണ് അവൻ നേടിയെടുക്കാനുള്ളത്? ഇതെല്ലാം വ്യക്തമായി ഈ ലോകത്ത് പഠിപ്പിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരങ്ങളെ 1500 കൊല്ലം മുമ്പ് ഉദയം ചെയ്യുന്നത്. 1500-ാമത്തെ ജന്മമാസമാണല്ലോ ഇത്. ഞാൻ നിങ്ങളോട് ഓർമ്മയിൽപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമുണ്ട്.
എൻ്റെ യുവാക്കളെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, പ്രത്യേകിച്ച് SSLC മുതൽക്ക് +1, +2, ഡിഗ്രി ഇതൊക്കെ പഠിക്കുന്ന ഭൗതിക മേഖലകളിൽ നന്നായി പഠനം നടത്തുന്ന കുട്ടികളുണ്ട്. അല്ലാഹു തആല ഇനിയും അവർക്ക് പഠിക്കാനുള്ള എല്ലാവിധ തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. ആ മേഖലയിൽ പഠിക്കുന്ന കുട്ടികളോട് പ്രത്യേകിച്ചും ഞാൻ ഓർമ്മയിൽപ്പെടുത്തുന്നു, ഈ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂക്കിലൂടെ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസമുണ്ട്. ആ ശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമായി കൊണ്ട് ശ്വസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കതിനുള്ള അവസരങ്ങൾ ഇട്ടു തന്നതാണ്. ശ്വസിക്കാനുള്ള വായു നമ്മൾ ആരും വാടക കൊടുക്കുന്നില്ല. നമുക്ക് വേണ്ടുന്ന ഭൂമി ആരും ഒന്നും കൊടുക്കുന്നില്ല. എല്ലാം നമ്മൾ ജനിച്ചു വീണപ്പോൾ ഇവിടെ എല്ലാം റെഡിയാണ്. അന്തരീക്ഷത്തിൽ നമുക്ക് വേണ്ടുന്ന സൂര്യന്റെ പ്രകാശങ്ങൾ വേണം. അതേ പ്രകാരത്തിൽ രാത്രിയും പകലും നടക്കണം. ഭൂമിയിൽ വിളയിപ്പിക്കാൻ പറ്റുന്ന നമ്മളുടെ പാനാദികൾക്ക് വേണ്ടി, അന്നാദികൾക്ക് വേണ്ടി വേണ്ടുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം വിളയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പ്രതലങ്ങൾ ഈ ഭൂമിയിൽ വേണം. ഇതൊന്നും ഒരൊറ്റ കുട്ടിയും പറയുന്നത് കേൾക്കൂല, ഇതിന്റെ പാപണ്ടെന്നാണ്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ജനിച്ചു നോക്കുമ്പോൾ നമുക്ക് ശ്വസിക്കാൻ വായു വേണം. ആരെഴുതുന്നു? വായുവിന് നിലവിലുണ്ടോ എന്നുള്ളത് തിരിച്ചറിയും നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി നോക്കണം. ശ്വാസം മുട്ടിക്ക് ഇടങ്ങാറാകുന്ന ഒരു രോഗിക്ക് ഡോക്ടർമാരിന്ന് കൊടുക്കുന്നത് എന്താണ്? സഹോദരങ്ങളെ, ഓക്സിജൻ. അവര് അതിന്റെ സിലിണ്ടർ കൊണ്ടുവന്ന് അതിലൂടെ ഈ രോഗിക്ക് ഓക്സിജൻ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എത്രയാ ബില്ല് വരുമ്പോ? ആ നിലയ്ക്ക് നമ്മളൊന്ന് കണക്കൂട്ടി വെക്കണം. ഈ 10, 70, 80 അല്ലെങ്കിൽ 60, 50 കൊല്ലം ജീവിക്കുന്ന മനുഷ്യന് ശ്വസിക്കാൻ വേണ്ടി എടുത്ത ഓക്സിജന്റെ കണക്ക് ശരിക്കും ഊതി നോക്കിയാൽ തിരിയും. ഞാൻ പറയുന്നത് ഇതെല്ലാം ഇവിടെ റെഡിയാണ്. ഇതാര് തന്നു? ഈ തന്നത് എന്തെല്ലാം? അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടതെല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. അതോടുകൂടെ തന്നെ വിവേക ബുദ്ധി അല്ലാഹു തആല തന്നിട്ടുണ്ട്. നമുക്ക് പഠിക്കാനും അറിയാനും വ്യക്തമായി കൊണ്ട് എല്ലാം ആലോചിക്കാനും പറ്റുന്ന തന്റെ ഇടമുള്ള തലച്ചോറ് 30 ലക്ഷത്തോളം വരുന്ന ഞരമ്പിന്റെ കോശങ്ങളെ കൊണ്ട് നമ്മുടെ കൈയിന്റെ കൈവെള്ളയിൽ പിടിക്കാൻ പറ്റുന്ന ഏതാണ്ട് 1.5 കിലോ മാത്രം ഭാരം തോന്നിപ്പിക്കുന്ന ആ തലച്ചോറ് എന്ന് പറയുന്ന സാധനം സഹോദരങ്ങളെ അല്ലാഹു തആല നമുക്കൊക്കെ തന്നിട്ടുണ്ട്. ആണിനും പെണ്ണിനും കുട്ടിക്കും വലിയവർക്കും ഒക്കെയുണ്ട്. അതിൽ 30 ലക്ഷത്തോളം വരുന്ന ഞരമ്പിന്റെ കോശങ്ങളെയാണ് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. ഓരോ കോശങ്ങൾക്കും പ്രത്യേകതകളുണ്ട്. ഇത് ഈ രൂപത്തിൽ മനുഷ്യനെ സംവിധാനിച്ച് വേണ്ടതെല്ലാം അല്ലാഹു തആല തന്നു. ആലോചിക്കാനും പഠിക്കാനും പറ്റുന്ന തലച്ചോറും ചിന്തിക്കാൻ പറ്റുന്ന എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന പാഠമുള്ള നല്ല മനസ്സും എല്ലാം അല്ലാഹു തആല തന്നുകൊണ്ടാണ് നമ്മെ ഇങ്ങോട്ട് വിട്ടത്. ഈ വിടുന്ന സന്ദർഭത്തിൽ സൃഷ്ടാവായ റബ്ബിന് നമ്മളിലുള്ള ലക്ഷ്യം എന്താണ്? മനുഷ്യരാകുന്ന നമ്മളെ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത് എന്താണ്? ഇവിടെ പോത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആക്കാലികൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലാഹു തആല. അവരോടൊന്നും പറയാത്ത, അവരോടൊന്നും കൽപ്പിക്കാത്ത ഒരുപാട് കൽപ്പനകളും നിരോധനങ്ങളും സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമോ, അതിനെ അംഗീകരിക്കണമോ, അതിലേക്ക് വേണ്ടുന്ന ചിന്ത വരണോ, ആ ചിന്ത വരുത്താനാണ് അമ്പിയാക്കളെ അല്ലാഹു തആല വിടുന്നത്. അമ്പിയാക്കളെ മനുഷ്യരിലേക്ക് മനുഷ്യൻ പിഴച്ചു പോകുമ്പോ, ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുമ്പോ, ഉദ്ദേശം തെറ്റിപ്പോകുമ്പോ അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാനാണ് അമ്പിയാക്കൾ അല്ലാഹു തആല വിടുന്നത്. അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് അവിടെ നിങ്ങോട്ടാണല്ലോ മനുഷ്യന്റെ സൃഷ്ടിപ്പ്. മനുഷ്യോൽപത്തി മുതൽ ഈ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ആ അമ്പിയാക്കൾ മുഴുവനും ഈ മനുഷ്യ ജന്മത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശവും അതിന്റെ പരിണിത ഫലവും അവന്റെ ജീവിത ലക്ഷ്യവും പഠിപ്പിച്ചവരാണ്. ഇത് അമ്പിയാക്കളുടെ അല്ലാഹു തആല വിളിച്ചു.
അതിനെ അവസാനം കുറിച്ചുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. എന്താണ് നിബിധങ്ങൾ ലോകത്തോട് പറഞ്ഞത്? നമ്മൾ മുസ്ലിം സമുദായം ശരിക്കും ചിന്തിക്കണം. നിബിധങ്ങളുടെ ജന്മദിനം വരുമ്പോ മദ്രസയിൽ ഭയങ്കര പരിപാടി, സുബ്ഹാനല്ലാഹ്, ലൈറ്റും അറേഞ്ചും എന്നുകളും കാണുമ്പോ എത്രയാണ് സംവിധാനവും സൗകര്യങ്ങളും നമുക്കുള്ളത്. എന്നാൽ നമ്മളോടൊരു ഇതര മത സുഹൃത്ത് ചോദിക്കുന്നു, മദ്രസയിൽ ഭയങ്കര പരിപാടി ഉണ്ടല്ലോ, 1.5 കിൻഡൽ 2 കിൻഡൽ 4 കിൻഡൽ. ഇപ്പൊ എന്നോട് ഇവിടെ മുമ്പുണ്ടായിരുന്ന ഉസ്താദ് പറഞ്ഞു, എത്ര 450 കിൻഡലോ എത്രയൊക്കെയാണ് മൂപ്പിൽ നിൽക്കുന്ന മഹലിൽ പിന്നെ മാംസം പിന്നെ അരി വിതരണം ചെയ്ത് ചോറ് വെച്ചുകൊണ്ട് വിതരണം ചെയ്ത് ഇങ്ങനെ ഇതൊക്കെ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ പരിപാടി നടത്തുന്നത് എന്താണെന്ന് പരിപാടി? നമ്മളെ മറുപടി എന്താ? നബിദിനാണ്. ഈ കൂട്ടുകാരന്റെ ചോദ്യം, എന്നാ പിന്നെ ഇത്ര വലിയ ഒരാളാണ് നിങ്ങളുടെ പ്രവാചകരെങ്കിൽ ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് നിങ്ങളുടെ പ്രവാചകരെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് എന്റെ സഹോദരിമാരെ നമ്മുടെ പെൺകുട്ടികളോട് ചോദിച്ചാൽ, നമ്മുടെ ആൺകുട്ടികളോട് ചോദിച്ചാൽ, നിങ്ങൾ ഇത്രയും വലിയ സംവിധാനങ്ങൾ നടത്തി എന്തൊക്കെയോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, പാടുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എല്ലാം നിങ്ങൾ നടത്തുന്നുണ്ട്, നിങ്ങളുടെ പ്രവാചകരെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഇതെന്റെ മുസ്ലിം സമുദായമേ, നമ്മളോടൊരു ഇതര മതസുഹൃത്ത് ചോദിച്ചാൽ മറുപടി പറയാൻ +1 പഠിക്കുന്ന നമ്മുടെ കുട്ടിക്ക് കഴിയുമോ? +2 പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥിനിക്ക് കഴിയുമോ? എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, പഠിക്കാൻ വലിയ താല്പര്യമല്ലേ നമ്മുടെ പെൺകുട്ടികൾക്ക്? കല്യാണം പോലും വേണ്ടെന്നല്ലേ ഇപ്പൊ പറയുന്നത്? കല്യാണമാണ്, കുട്ടികൾക്ക് കല്യാണം വേണ്ട. അതോടൊപ്പം എന്തായിരുന്നറിയുന്നത്, ഇപ്പൊ ബംഗാളിൽ നിന്നും അതേ പ്രകാരത്തിൽ പിന്നെ ആസാമിൽ നിന്നും അതുപോലെ മൈസൂരിൽ നിന്നും ഒക്കെ കുട്ടികൾ പെണ്ണെട്ടിക്കൊണ്ടാണ് തുടങ്ങി. കേരളത്തിലെ നമ്മുടെ ആളുകൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ വരാൻ പോകുന്ന സംഭവം എന്താണെന്നറിയുമോ? അത് ഞാൻ എന്റെ ഉള്ളോട് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കോലം മാറിപ്പോയി. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് ഇടങ്ങളിൽ ഇപ്പൊ ഈ കല്യാണങ്ങൾ നടന്നു. മൈസൂരിൽ നിന്ന് കെട്ടിക്കൊണ്ട് 1ാം തരം നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ, 10 പൈസ പിന്നെ ചെലവില്ല, ഒന്നും കൊടുക്കണ്ട, ഇതേപോലെ ഡ്രസ്സ് വാങ്ങി കൊടുത്താൽ കൊടുക്കാൻ മതി. ഈ കോലത്തിൽ ഇപ്പൊ ആൺകുട്ടികൾ അവിടെ പോയിട്ട് പെണ്ണ് സ്വീകരിച്ചു വരാൻ തുടങ്ങി. എന്തേ കാരണം? നമ്മളെ കുട്ടികൾക്ക് പഠിക്കണം. ഞാൻ പറയട്ടെ എന്റെ സഹോദരിമാരെ, പഠിച്ചോളൂ. നിങ്ങൾ പഠിക്കരുതൊന്നും ഇസ്ലാം പറയുന്നില്ല. പക്ഷെ ഒരു ഭർത്താവിനെ സ്വീകരിച്ച് മര്യാദക്ക് ജീവിച്ച് പഠിച്ചോളൂ. ഒരു ഭർത്താവിനെ സ്വീകരിച്ച് മര്യാദക്ക് ജീവിച്ച് പഠിച്ചോളണം. ഇല്ലെങ്കിൽ അത് അപകടമാണ്. ഇതില്ലാത്തത് കൊണ്ടിപ്പോ ഞങ്ങൾ പഠിക്കട്ടെ, കല്യാണം പോകണ്ട ഇതും പറഞ്ഞിട്ട് പ്രായം തികഞ്ഞ് അത്യാവശ്യത്തിന് 19, 18, 20 ഒക്കെ വയസ്സായ പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് പഠിക്കാനെന്ന് പറഞ്ഞാണ് തിരിയുമ്പോ അവസാനം എവിടെന്നാ പഠിക്കുന്നത്? കോളേജിൽ എന്തൊക്കെയാ പഠിക്കുന്നത്? എന്തൊക്കെയാ അനുഭവിക്കുന്നത്? എന്തൊക്കെയാ ചെന്ന് വീഴുന്നത്? സഹോദരിമാരെ, നമ്മളെന്തോ എന്തിനറിയുന്നു? ഇത് കണ്ടപ്പോ കേരളത്തിലുള്ള യുവാക്കൾ എന്ത് ചെയ്തു? ആസാമിൽ നിന്നും അതേ പ്രകാരത്തിൽ ബംഗാളിൽ നിന്നൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടിരാൻ തുടങ്ങി. ഇപ്പൊ തല പുകഞ്ഞ ആലോചിക്കുന്നു, ഇങ്ങനെ പോയാൽ സംഗതി വേദനയോ? ഇങ്ങനെ പോയാൽ സംഗതി വേദാറാണ്. നമ്മളെ മലയാളം പറഞ്ഞ ഐറ്റങ്ങൾ തച്ചാട്ടികളും പോകില്ല. അങ്ങനെ ആ കോലത്തിൽ ഇവിടെ നിന്നോളും. കാരണം അവർക്ക് ഇവിടെ സ്വർഗമാണ്, അവർക്ക് കേരളം സ്വർഗമാണ്. അതുകൊണ്ടല്ലേ 25 ലക്ഷത്തിലധികം വരുന്ന ബംഗാളികൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. അന്യ സംസ്ഥാന തൊഴിലാളികൾ, ബംഗാളികൾ മാത്രമല്ല. 25 ലക്ഷത്തിൽ എപ്പോഴെന്താ എണ്ണപ്പാടുന്ന? നമ്മളെ കേരളത്തിൽ എണ്ണപ്പാടുന്നോ? ഒരു ദിവസം ഇവിടെ നിന്ന് പോകുന്ന കോടിക്കണക്കിന് രൂപയുണ്ട്. നമ്മപ്പോലത്തെ വീടിന്റെ ഇതുപോലത്തെ ഈ തെങ്ങിന്റെ തടം തുറക്കാൻ ഒറ്റ ആൺകുട്ടികൾക്ക് കൈക്കോട്ട് കൊടുക്കാൻ അറിഞ്ഞൂടാ ഇല്ലേ? ഈ കോലത്തിലേക്ക് പോയി എന്താ ഇവിടെ എന്താ വരുമാനമുള്ളത്? ബാപ്പയെ അല്ലെങ്കിൽ ഏട്ടനോ അല്ലെങ്കിൽ അഞ്ചനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ എന്തുണ്ടാവും? ഈ വെയിലും ചൂടും പ്രവാസ ലോകത്ത് സഹിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വിടുന്നുണ്ടാവും. ആ ഒരു നീരിവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നതോ ഞമ്മക്കിവിടെ ജോലി ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ പോയിക്കൂടാ, പോയാൽ തന്നെ പുരാപ്പുള്ള സർക്കാരമാണെന്നാ പറയാ. ആ കോലത്തിലായി മാറുമ്പോൾ
എന്റെ സഹോദരിമാരെ, ഒരു ചുക്കും അറിയാതെ പഠിക്കാതെ ഭൗതികന്മാരുടെ പിന്നാലെ പോയി ദീന് വിറ്റുകളയല്ല. ആലോചിച്ചോ, അഷ്റഫുൽ ഖൽഖ് വിധങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്നറിയുമോ? ലോകത്തിലുള്ള സർവ്വ ജനങ്ങളോടും ശാസ്ത്രജ്ഞനോട് പറയുന്നത് അതേ പ്രകാരത്തിലുള്ള ഇവിടെ ഏതെല്ലാം ജേർണലിസ്റ്റുകളുണ്ടോ എല്ലാവരോടും വിധങ്ങൾ പഠിപ്പിച്ചതെന്നാണ്. ഓ ജനങ്ങളെ, നിങ്ങൾക്കൊരു റബ്ബുണ്ട്. ഈ ആകാശത്തിന് സൃഷ്ടിച്ചൊരു റബ്ബുണ്ട്, ഈ ഭൂമിയെ സൃഷ്ടിച്ചൊരു റബ്ബുണ്ട്, ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഇവിടെയുള്ള സർവ്വ സാധനങ്ങളെയും സൃഷ്ടിച്ചവനായ ഒരു ഇലാഹുണ്ട്. ആ ഇലാഹാണ് നിങ്ങളുടെ റബ്ബ്. അവനെ മാത്രമേ നിങ്ങൾ ആരാധിച്ചുള്ളൂ, ആ റബ്ബിന് മാത്രമേ നിങ്ങൾ അനുസരിക്കേണ്ടതുള്ളൂ. അല്ലാത്ത വണക്കം നിങ്ങൾ ആർക്കും വണങ്ങേണ്ടതില്ല. ഇത് ലോകത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹു തആല ഖുർആനിലൂടെ ചോദിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞില്ലേ, വകൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതാ. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? വകൈഫ തക്ഫുറൂന ബില്ലാഹ്, എങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് നിഷേധിക്കുന്നത്? റബ്ബിനെ നിഷേധിക്കുന്നത് എങ്ങനെയാണ്? യുക്തിവാദത്തിലേക്കും ജനറൽ സ്വഭാവത്തിലേക്കും അതേ പ്രകാരത്തിൽ ലിബറലിസത്തിലേക്കുമൊക്കെ നമ്മുടെ യുവാക്കൾ ഇന്ന് ചേക്കേറുന്നില്ലേ ഉമ്മമാരെ? ഒന്നിനു മാത്രം പോന്ന നല്ല ഒരു മുസ്ലിം തറവാട്ടിൽ പിറന്ന, നേരത്തെ ഇവിടെ നമ്മൾ ആദരിച്ച കാരണവരെ പോലെയുള്ള നല്ല ഒരു മുസ്ലിം തറവാട്, ആ തറവാട്ടിലല്ലേ നമ്മളൊക്കെ ജനിച്ചത്? ആ ജനിച്ച നമ്മൾക്ക് അവസാനം പിന്നീട് എത്തിപ്പെടുന്നത് എവിടെയാണ്? നമ്മൾ എത്തിപ്പെടുന്നത് എവിടെയാണ്? ആലോചിക്കണം ഉമ്മമാരെ. പിന്നീട് മകന്റെ തീരുമാനം എന്താ? ഇവിടെ ഒരു ഇലാഹൊന്നുമില്ല, ഇവിടെ ഒരു നിസ്കരിക്കേണ്ട കാര്യവുമില്ല, നോമ്പെടുക്കേണ്ട കാര്യവുമില്ല. ഇവിടെ ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ്, നന്നായി ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് പെണ്ണ് വേണോ? അത് വ്യഭിചാരത്തിലാണെങ്കിലും അങ്ങനെ അല്ല, ഇനി മറ്റെന്ത് തമാണിതമാ വേണ്ടത്? അത് മുഴുവത്തിനും അങ്ങ് ഇറങ്ങിക്കൊടുക്കുകയാണ്. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ലിബറലിസത്തിലേക്ക് പോകുന്ന, യുക്തിവാദത്തിലേക്ക് പോകുന്ന വിശ്വാസക്കാരായി നമ്മുടെ യുവാക്കൾ മാറുമ്പോൾ അവരുടെ ചരിത്രത്തിലേക്ക് ഖുർആൻ ചോദിക്കുന്നു, വകൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിനെ കൊണ്ട് കാഫിറാകുന്നത്? അല്ലാഹുവിനെ നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്? വകുൻതും അംവാതാ, നിങ്ങൾ ജീവനില്ലാത്ത സാധനങ്ങളായിരുന്നില്ലേ? ഉപ്പയുടെ മുതുകിലുള്ള ബീജത്തിന്റെ കണികയായിരുന്നില്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് എത്തുന്ന ഉമ്മയുടെ നിന്റെ ഉമ്മയുടെ അണ്ഡാശയത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു അണ്ഡമായിരുന്നില്ലേ നീ? ഇത് രണ്ടും കൂടുമ്പോഴല്ലേ മനുഷ്യോൽപ്പത്തി നടക്കുന്നത്, മനുഷ്യജന്മം നടക്കുന്നത്. ഈ നിലക്ക് ജീവനില്ലാത്തതിൽ നിന്ന് നിന്നെ ശ്രദ്ധിച്ചവനാരാ? മറുപടി ഞാനാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്ക് ധൈര്യമുണ്ട്? സഹോദരങ്ങളെ, മക്കളില്ലാത്തതിന്റെ പേരിൽ നിന്ന് കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്? ഏതെങ്കിലും ഒരാളെ കൊണ്ട് അവർക്കൊരു മക്കളെ നൽകാൻ കഴിയുന്നുണ്ടോ? എന്നാൽ സംവിധാനിക്കുന്ന ഹലാലായ സംവിധാനങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മര്യാദക്ക് ജീവിക്കാൻ അല്ലാഹു തആല പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അത്ഭുതമാണ് നിങ്ങളെ കാര്യം, റബ്ബിനെ നിങ്ങൾ നിഷേധിക്കുന്നുവല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ജീവനില്ലാത്തതിൽ സൃഷ്ടിച്ചു, പിന്നെ നിങ്ങൾക്ക് ജീവൻ നൽകി. ആ ജീവനില്ലാത്ത സാധനത്തിൽ നിന്ന് ജീവൻ നൽകിയിട്ട് പിന്നെ നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളെ രണ്ടാമതൊന്ന് പുനർജീവിക്കുന്നുണ്ട്. ഈ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ആ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ പുനർജീവിക്കപ്പെടും. അതിനുള്ള തെളിവാണ് നിന്റെ ശരീരം. ജീവനില്ലാത്തതിനെ ആ ജീവനുള്ളതാക്കി മാറ്റി കാണുന്ന ഒരു കോലത്തിലാക്കാൻ റബ്ബിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ റബ്ബിനെ കൊണ്ട് രണ്ടാമതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതൊരു പ്രയാസമേ അല്ല. അപ്പോൾ പിന്നെ നിനക്ക് ബുദ്ധി വന്നിട്ട് നിനക്ക് വെള്ളം തന്ന് ഭക്ഷണം തന്ന് വേണ്ടതെല്ലാം തന്ന് പൂച്ചിയറത്തില്ലേ? ആ റബ്ബ് നിന്നോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് റബ്ബിനോടുള്ള ഹക്ക് ചെയ്തത് വീട്ടിയത്? നിന്നോട് കൽപ്പിച്ച വിഷയങ്ങൾ നീ എന്തൊക്കെയാ ചെയ്തത്? ഈ ചോദ്യം മുഅ്മിനീങ്ങളെ നമ്മളോട് വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് നമുക്ക് മറുപടി പറയാൻ കഴിയണം. അതിനെന്ത് വേണം? നിസ്കരിക്കണം, നിസ്കരിക്കണം, നോമ്പെടുക്കണം. അതിനാര് പറയണം? അത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പറയണം. അത് പറയാനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടത്. ആ നബി തങ്ങളാണ് പിന്നീട് നമുക്ക്
നമുക്കിത് പഠിച്ചിരുന്നത്, ജനങ്ങളെ നിങ്ങൾക്കൊരു റബ്ബുണ്ട്. ലോകത്തോട് മുഴുവനും മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങളെ സിട്ടാവുണ്ട്, ആ സിട്ടാവിനെ അനുസരിച്ചോളണം. ആ സിട്ടാവിന് അനുസരിച്ച് കൽപ്പനകൾ ഇന്നതാണ്. ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. എന്നാൽ മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നിലയ്ക്ക് നമുക്ക് അവസരം തന്ന്, ബുദ്ധി തന്ന്, തന്റെ ഇടം തന്ന്, വേണ്ടതെല്ലാം തന്ന റബ്ബില്ലേ, ആ റബ്ബിന്റെ ഏറ്റവും സ്ഥാനമുള്ള, ഏറ്റവും ബഹുമാനമുള്ള ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോടുള്ള മഹബ്ബത്ത് നിന്റെ കൽബിലുണ്ടോ? സ്നേഹവും ബഹുമാനവും നിന്റെ കൽബിലുണ്ടോ? നിന്റെ ജീവിതം നിയന്ത്രിക്കപ്പെടും. നിന്റെ ജീവിതം നിയന്ത്രിക്കപ്പെടും. അപ്പോൾ പിന്നെ നീ നിസ്കരിക്കാൻ മടിക്കൂല. നീ നിന്റെ വേഷവിധാനം നിബിധങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു വേഷവിധാനത്തിലേക്ക് പോകൂല. ആ സ്ഥാനത്ത് നിബിധങ്ങൾ നിന്റെ മനസ്സിലില്ല. നിബിധങ്ങളോടുള്ള ബഹുമാനം നിന്റെ മനസ്സിലില്ല. അങ്ങനെ വന്നാൽ എനിക്ക് ആരെയും അനുസരിക്കേണ്ടതില്ല, എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാം എന്ന ഒരു ചിന്താഗതിയിലേക്ക് നീ പോകുമ്പോൾ സഹോദരങ്ങളെ, അവനെ കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ശർറ് നടക്കുന്നു. ലിബറലിസവും യുക്തിവാദവും അതേ പ്രകാരത്തിൽ ബിദ്അത്തും ഇതെല്ലാം ഇന്ന് വല്ലാതെ അരങ്ങ് തകർക്കുന്ന കാലമാണ്. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഓർമ്മയിൽപ്പെടുത്തുന്നു, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കാൻ പഠിക്കണം. അത് മുഹമ്മദ് നബി തങ്ങളിലൂടെ പഠിക്കണം. ആ മുഹമ്മദ് നബി തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നിസ്കാരം എന്ന് പറയുന്നത് അതിന്റെ സുന്നത്തുകളും ഫർളുകളും അതിന്റെ അവാത്തുകളും അല്ലാത്തതുമൊക്കെയായി കൊണ്ടുള്ള കാര്യങ്ങള്. ഇതേ പ്രകാരത്തിൽ എങ്ങനെയാണ് നീ വേഷവിധാനം നടത്തേണ്ടത്, എങ്ങനെയാണ് നീ വസ്ത്രധാരണം നടത്തേണ്ടത്, നീ മറ്റുള്ളവർക്ക് ആസ്വദിക്കാനുള്ളവളല്ല. പെണ്ണിനോട് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്, നിനക്ക് നിന്നെ ആസ്വദിക്കേണ്ടത് നിന്റെ ഭർത്താവാണ്. അതുവരെ നീ മറയിൽ ജീവിക്കണം. അങ്ങനെ മര്യാദക്ക് നീ മറച്ച് ജീവിച്ച് പഠിച്ചോളൂ. സഹോദരിമാരെ, ആ അതിന് വരമ്പ് വിട്ടുകടന്നുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ പോയാൽ അവസാനം ചെന്നെത്തുന്നത് നരകക്കൊണ്ടാണ്. അത് റബ്ബിന്റെ തീരുമാനമാണ്. എന്നാൽ പിന്നെ എന്നെ നരകത്തിലിടോ അല്ലെങ്കിൽ എന്നെ സ്വർഗത്തിലാക്കോ, ഇതൊക്കെ എങ്ങനെയാ പോലെയാ നിങ്ങൾ പറയുന്നത്? ഇത് പറയണ്ട എന്റെ സഹോദരിമാരെ. ഖുർആൻ അതാ നമ്മളോട് പറയുന്നു, അതെ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ ബുദ്ധിയില്ലേ, ആ ബുദ്ധി ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളൊന്ന് പറയൂ. നിന്റെ വീട്ടിൽ നന്നായി ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ, ആ ജോലിക്കാരൻ നിനക്ക് വേണ്ടി ജോലി ചെയ്തപ്പോ നീ പ്രതീക്ഷിച്ച അപ്പുറത്തേക്ക് അയാൾ നന്നായി ജോലി ചെയ്താൽ അയാൾക്ക് നീ അയാളുടെ വേതനം കൊടുക്കുമ്പോ നിന്റെ വകയിൽ സെപ്പറേറ്റ് ആയി എന്തെങ്കിലും നീ പ്രോത്സാഹനം കൊടുക്കാറില്ലേ? ഇതേ രൂപത്തില് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമായി കൊണ്ട് പലതും നൽകും. ഈ ചിന്ത നിന്റെ മനസ്സിൽ പഠിക്കാൻ വേണം. അങ്ങനെ നീ ഇബാദത്തുകൾ കഴിയണം. അതോടുകൂടെ തന്നെ അല്ലാഹുവിനെ അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാണെന്നുള്ള ബോധവും വേണം. ഇല്ലെങ്കിൽ എന്റെ ഉമ്മമാരെ, ഇന്ന് പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളിലെ മൊബൈല് കയ്യിലുള്ള കുട്ടികളുണ്ട്, ചെറിയ കുഞ്ഞു മക്കളെ കയ്യിൽ വരെ ഇന്ന് അങ്ങനെയാണ് സംവിധാനങ്ങൾ. അത് പഠിച്ചോളൂ, അറിഞ്ഞോളൂ, വേണ്ടാത്തത് ഉപയോഗിക്കരുത് എന്ന ഒരു ബാലപാഠം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഉമ്മമാരെ നമ്മളെ കൊണ്ട് കഴിയണം. ഇല്ലെങ്കിൽ ഇന്ന് അതിൽ കൊലക്കുന്ന പല സാധനങ്ങളുമുണ്ട്. ഇല്ലേ, സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ഇസ്ലാമിനെ കുതിര കയറുന്നവരുണ്ട്, വിവിധങ്ങളെ ചീത്ത പറയുന്നവരുണ്ട്, പണ്ഡിതന്മാരെ അവഹേളിക്കുന്നവരുണ്ട്, പള്ളികൾ അവഹേളിക്കുന്നവരുണ്ട്. അങ്ങനെ ദീനിന്റെ ശിഅറുകളായിക്കൊണ്ട് എന്തൊക്കെയുണ്ടോ ഖുർആനിനെ വരെ അവമതിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ പെട്ടുപോകരുത്. അതിനെന്ത് വേണം? ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരണം. ആ കുഞ്ഞിനോട് പഠിപ്പിച്ചു കൊടുക്കണം, മോനെ, മൗലീദുഹു ബി മക്കത്തൽ ആമീന വഫാതുഹു ബി ത്വയ്ബത്തൽ മദീന അതമ്മ ഖബ്ലൽ വഹി 40 വഉംറുഹു ഖദ് ജാബസ 60. ഈ നിലക്ക് റസൂലുള്ളാഹിന്റെ
വയസ്സ്, നിബിതങ്ങളുടെ ജന്മനാട്, വഫാത്തായി വിശ്രമിക്കുന്ന സ്ഥലം, അതേ നിബിതങ്ങളുടെ ഉപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിനോടുള്ള ബഹുമാനം കുട്ടിയുടെ മനസ്സിൽ വരുന്നു. അങ്ങനെ വന്നാലോ മുഅ്മിനീങ്ങളെ ആ കുട്ടിയോട് പറയേണ്ടതേ ഉള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വസ്ത്രധാരണ, തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു രീതി, നിന്റെ തലമുടി കട്ട് ചെയ്യുന്നതിൽ പോലും മോനെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് നീ കൊണ്ടുവരരുത്. ഇത് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് കൽബിലുള്ള ചെറിയ കുഞ്ഞു പോലും എന്റെ മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത ഒരു തലകട്ട് ചെയ്യല്, എന്റെ മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വസ്ത്രധാരണ എനിക്ക് വേണ്ടതില്ല. ഇതും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് സഹോദരങ്ങളെ ഇസ്ലാമിനെ അനുസരിക്കുന്നവരായി മാറാൻ ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നീട്ടി പറയാൻ സമയമില്ല. മനസ്സിലെ വിധങ്ങളോടുള്ള മഹബത്തുണ്ടോ ചെറുപ്പക്കാരെ? ഇത് പറയാൻ എനിക്ക് എളുപ്പമാണ്, കേൾക്കാനും നിങ്ങൾക്ക് എളുപ്പമാണ്. എന്നെ വേദനിപ്പിക്കുന്ന എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിക്ക് വിഘാതമായി കൊണ്ട് നിബിധങ്ങളുടെ ഏതെങ്കിലും ഒരു കൽപ്പന കണ്ടാൽ ആ കൽപ്പന എനിക്ക് ഇഷ്ടമില്ല, ഞാനത് സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ നിബിധങ്ങളോട് എന്ത് മഹബത്താണ് എനിക്കുള്ളത്? നേരെ മറിച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി, പക്ഷേ തങ്ങളവിടെ എനിക്ക് വിരുദ്ധമാണ്, തങ്ങൾ എന്റെ മറുപക്ഷത്താണുള്ളത്, നിബിധങ്ങൾ പറയുന്നു അത് പാടില്ല എന്നാണ് പറയുന്നതെങ്കിൽ സഹോദരിമാരെ, നിബിധങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണോ? എന്നാ പിന്നെ എനിക്കത് വേണ്ടതില്ല. ഇത് തീരുമാനിക്കാനുള്ള ഒരു മനസ്സ് നിന്റെ കൽബ് തയ്യാറാവുന്നുണ്ടോ എങ്കിലാണ് മഹബത്ത് കേട്ടോ. ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹഖിമൂക ഫീമാ ശജറ ബൈനഹും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവിടെ ഒരു തീരുമാനം നിബിധങ്ങൾ പറഞ്ഞാൽ ആ തീരുമാനം ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ, ഒരു മനസ്സിൽ ഒരു വിരുദ്ധ ചിന്താഗതിയില്ലാതെ നിബിധങ്ങൾ പറഞ്ഞതിന് അങ്ങനെ തന്നെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറാകുന്നവരാരാണോ അവനാണ് മുഅ്മിന് കേട്ടോ. ഉമ്മമാരെ, സഹോദരിമാരെ, ഞാൻ ആദ്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ, നമ്മുടെ മൂക്കിലൂടെ വലിക്കുന്ന ശ്വാസമില്ലേ, ഈ ശ്വാസം അടങ്ങിയാൽ നിന്റെ ബോഡി ആർക്ക് വേണം സഹോദര? നിന്റെ ഫ്രണ്ട്സുകൾക്ക് വേണോ? നിന്നത്തെ കളിത്താരങ്ങൾക്ക് വേണോ? അല്ല നിന്റെ ഉപ്പാക്ക് വേണോ? ഉമ്മാക്ക് വേണോ? ഭാര്യക്ക് വേണോ? ഭർത്താവിന് വേണോ? വേണ്ട വേണ്ട, ആ ബോഡി ഇവിടെ വെച്ചേക്കേണ്ടതില്ല, മുഴുവനും വേഗം കൊണ്ടുപോയി മറമാടണം. എന്തേ കാരണം? കുറച്ചു കഴിഞ്ഞാൽ ഇത് നാറാൻ തുടങ്ങും. നിന്റെ ശരീരം ആർക്കും വേണ്ടതില്ല. ആ സ്ഥാനത്ത് നിന്റെ ശരീരം ഹയാത്തുണ്ടായിരുന്നപ്പോ നിനക്ക് ശ്വസിക്കാനും ജീവിക്കാനും നടക്കാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നപ്പോ നിന്നെ പലർക്കും വേണമായിരുന്നു. സിനിമക്ക് കൂട്ടിനവൻ വേണമായിരുന്നു, കമ്പനി കൂടി കള്ളു കുടിക്കാൻ അവൻ വേണമായിരുന്നു. പെൺകുട്ടികളെ, അതേ പ്രശ്നങ്ങളും പ്ലസ്ടുവും ഡിഗ്രിക്കും പേര് പറഞ്ഞ് സ്കൂളുകളിൽ പോയിക്കൊണ്ട് കുതിര കളിക്കുന്ന സ്വഭാവമില്ലേ? ആര് അത്തരം നെറികേട് ചെയ്യുന്നു? ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയട്ടെ, നീ ചലനമറ്റ് കിടക്കുന്ന ഒരു രംഗം വരുന്നുണ്ട് പെണ്ണേ, ഓർമ്മിക്കുന്നത് നല്ലതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ദീന്, അല്ലാഹുവിന്റെ ദീന് അത് കാറ്റിൽ പറത്തിയിട്ട് നീ കണ്ട ഏതെങ്കിലും കാമവറിയന്മാരുടെ പിന്നാലെ നീ കാമം തീർക്കാൻ നടക്കുന്ന സഹോദരിമാരുണ്ട്. അതേ ഉപ്പയും നല്ല തറവാട്ടിൽ നിന്ന് കല്യാണം ഉറപ്പിക്കുമ്പോ അതൊന്നും വേണ്ടതില്ലെന്ന് പറഞ്ഞ് മറ്റേതോരുത്തന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്നവരില്ലേ ഉമ്മമാരെ? ഇന്ന് പെൺകുട്ടികളിൽ അത്തരം ചിലരെങ്കിലും ഇല്ലേ? എന്നിട്ട് അവസാനം അവരുടെ ചോരയും നീരും പറ്റിയാൽ, അതേ അവളുടെ ശരീരം മുഴുവനും ആസ്വദിച്ചു തീർന്നാൽ പിന്നീട് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിട്ട് അതേ ഇവൻ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമായി ഇവളുടെ ശരീരത്തിന് മാറ്റുന്നില്ലേ? എനിക്കറിയുന്ന ഒന്ന് രണ്ട് കുടുംബങ്ങളിൽ തന്നെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭൗതിക വിദ്യാഭ്യാസം പഠിച്ച് റബ്ബ് നിന്റെ കൽബിലില്ല, മുഹമ്മദ് നബി തങ്ങൾ നിന്റെ കൽബിലില്ല. ആ കൽബിലില്ലാത്ത ഒരു ചിന്തയോടുകൂടെ നീ അങ്ങ് ജീവിച്ചപ്പോൾ
അവസാനം വന്നത് എത്തിയെന്നറിയുമോ? ഈ രൂപത്തില് നീ ജീവച്ഛവമായി മാറി. കുടുംബത്തിന് വേണ്ടതില്ല, മഹല്ലത്തിന് വേണ്ടതില്ല, കൂട്ടുകാർക്ക് വേണ്ടതില്ല, ആർക്കും നിന്നെ വേണ്ട. പ്രേമമാണല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. മോളെ, നീ പ്രായപൂർത്തിയായാൽ നിന്റെ ഉപ്പ നിന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അത് ഉപ്പയുടെ ബാധ്യതയാണ്. ആ പാവം മനുഷ്യൻ എങ്ങനെയൊക്കെയോ നിനക്ക് കല്യാണം കഴിയുന്നുണ്ട്, നിനക്ക് കല്യാണം ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തില് നിനക്ക് തന്നൊരു ആസ്വാദനത്തിന്റെ പേരില് ഈ കാമുകന്റെ പേരും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഉപ്പയെ പറയിപ്പിച്ചു, ഉമ്മയെ പറയിപ്പിച്ചു, മഹല്ലത്തിനെ പറയിപ്പിച്ചു, ദീനിനെ പറയിപ്പിച്ചു. ഈ രൂപത്തിൽ നിന്ന് നമ്മുടെ മുസ്ലിം തറവാട്ടിൽ പിറന്ന കുട്ടികൾ പോകുന്നില്ലേ? കാരണം എന്തേ യുവാക്കളെ, കാരണം എന്തേ രക്ഷിതാക്കളെ? കൽബിൽ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്ത് വന്നിട്ടില്ല. فأكثرت من ذنب بسهو ومعمدي. നിമിതങ്ങളെ സ്നേഹിച്ചോർ അവർ ചിന്തിക്കുന്നവരുണ്ട്, പടച്ചവനെ എന്റെ കയ്യിലെ തെറ്റുകൾ വന്നല്ലോ, എന്റെ കയ്യിൽ നിന്ന് ഇനി പൊരുത്തപ്പെടാത്ത ഈ ജീവിതം വന്നു പോയല്ലോ. ഈ ജീവിതത്തിൽ അർഹമുർറാഹിമായ അല്ലാഹ് നീ എനിക്ക് നിന്നെ ശിക്ഷിക്കല്ല എന്നും പറഞ്ഞ് റബ്ബിനോട് തൗബ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുഹമ്മദ് നബിയുടെ നിർദ്ദേശങ്ങൾ ഞാൻ കാറ്റിൽ പറത്തി ജീവിച്ചല്ലോ. ഫയലൈത വദീരിൽ ഹബീബി വജൂ. ഓ എന്റെ ഹബീബികളെ, നിമിത്തങ്ങളിലേക്കൊന്ന് മനസ്സ് വെക്കൂ. ആരാണ് നിമിത്തങ്ങളെന്ന് ചിന്തിക്കൂ. ആ നിമിത്തങ്ങളെ മനസ്സിൽ നീ കണ്ടിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വലാത്തൊന്ന് സ്നേഹത്തോടെ പറയാൻ, അല്ലെങ്കിൽ മൗലിദിന്റെ സദസ്സിൽ ഇരുന്നിട്ട് സ്വലാത്തും തസ്ലീമും അസ്കാ തഹിയ്യതി, ഈ സ്വലാത്തൊന്ന് മനസ്സിൽ തട്ടിയിട്ട് ചൊല്ല. നിന്റെ കൽബ് അതിന് പാകപ്പെടുന്നുണ്ടോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നിമിതങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയം ഒഴുകുന്നത് കൊണ്ട് ഞാൻ നിർത്തുന്നു. സഹോദരങ്ങളെ, നന്നായി നമുക്ക് നിമിതങ്ങളെ സ്നേഹിക്കാൻ കഴിയണം. മനസ്സിൽ ആ നിലക്കുള്ള ഒരു ദയ, ആ മനസ്സിലുള്ള ഒരു സ്നേഹം അല്ലാഹുവിന്റെ ഹബീബിനോട് നമുക്ക് വേണം. ബറക്കത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇമാമുകൾ അവർ കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം കാണാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നു. വേറെ 3 ആളുകൾ അപ്പുറത്തുണ്ട്. ഇയാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നു, ഇയാളെന്റെ ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ട്, ഇയാളെന്റെ ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ട്. ഇത് പറയുമ്പോ ഈ ആരോപിക്കപ്പെടുന്ന മനുഷ്യന്റെ മറുപടി, നബിയെ ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോപണം ഉന്നയിച്ചവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ ഇയാളെ ഒട്ടകം കണ്ടു എന്നുള്ള തെളിവെന്താണ്? അവരുടെ മറുപടി ഈ നിൽക്കുന്ന 2 ആളുകളും സാക്ഷിയാണ് ഇയാൾ കണ്ടിട്ടുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും ഈ ആരോപിക്കപ്പെട്ട മനുഷ്യനോട് ചോദിക്കുന്നു, ഇവർ പറയുന്നല്ലോ നീ കണ്ടിട്ടുണ്ട്, ഇവർ കണ്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത്, തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരണം. ഞാൻ കട്ടു എന്ന് പറയുന്ന ഇവരുടെ ഒട്ടകമില്ലേ, ആ ഒട്ടകത്തിനെ തങ്ങളെ മുന്നിലേക്ക് വിളിക്കൂ. എന്നിട്ട് ആ ഒട്ടകത്തിനോട് തങ്ങളൊന്ന് ചോദിക്കൂ, നബിയെ ആരാണ് അതിനെ കട്ടിട്ടുള്ളത് എന്ന്. ഉടനെ തന്നെ ഒട്ടകത്തിനെ കൊണ്ടുവരാൻ നിങ്ങൾ ആജ്ഞാപിച്ചു. ഒട്ടകത്തിനെ വിളിക്കുന്നു. അനുസരണമുള്ള ഒരു കുഞ്ഞു വന്ന് നിൽക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ
ഒട്ടകം വന്നു നിൽക്കുന്നു. ഉമ്മമാരേ, അല്ലാഹുവിന്റെ ഹബീബിനെ അനുസരിക്കാത്ത ജീവജാലങ്ങളില്ല. സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല, മരങ്ങളില്ല, പർവ്വതങ്ങളില്ല, കല്ലുകളില്ല. എല്ലാം നിമിത്തങ്ങളെ അനുസരിക്കുന്നു. അത് ഖുർആനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബിനെ അനുസരിക്കാത്ത ഒരു ജീവിയും ലോകത്തില്ല. അതുണ്ടെങ്കിൽ വിദഅത്തുകാര് മാത്രമാണ് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ മഹത്വം മനസ്സിലാക്കാൻ കഴിയാത്തവർ, പുത്തനാശയത്തിൽ പെട്ടുപോയ വ്യക്തികൾക്ക് അതിന് അവസരം കിട്ടാത്തവരുള്ളൂ. അല്ലാത്ത മുഴുവൻ ആളുകൾക്കും അത് ബോധ്യമാണ്. ഒട്ടകം വന്നു. നിമിത്തങ്ങൾ ഈ ഒട്ടകത്തിനോട് ചോദിക്കുന്നു, മൻ അനാ, ഞാൻ ആരാണ് ഒട്ടകമേ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒട്ടകം സ്ഫുടമായ ശൈലിയിൽ അങ്ങ് പറയുന്നു, അന്ത റസൂലുള്ളാഹി ഹഖൻ ഹഖാ. നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, സത്യമാണ്, സത്യമാണ്. ഇത് പറയുമ്പോൾ ചോദിക്കുന്നു, നിന്നെ ആരാണ് കട്ടത്? ഒട്ടകത്തിന്റെ മറുപടി സ്ഫുടമായ അറബിയിൽ ഒട്ടകം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഈ ആരോപിക്കപ്പെട്ട മനുഷ്യൻ എന്നെ കട്ടിട്ടില്ല. ഇവര് തങ്ങളെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പരിപാടി പദ്ധതി അറേഞ്ച് ചെയ്തിട്ട് വന്നതാണ്. അഥവാ ഈ എന്നെ കട്ടു എന്ന് ഇവര് വന്ന് തങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ ഇയാളുടെ കൈ മുറിക്കാൻ വേണ്ടി തങ്ങൾ ആവശ്യപ്പെടുമല്ലോ. അപ്പോൾ പിന്നെ ഇയാളെ കൈ മുറിച്ചാൽ കക്കാത്തൊരു മനുഷ്യന്റെ കൈ മുഹമ്മദ് നബി മുറിച്ചു എന്ന് പറയാമല്ലോ. അതിനുവേണ്ടി ഇവരുണ്ടാക്കിയ പദ്ധതിയാണിത്. ഈ പറഞ്ഞവൻ മുനാഫിഖാണ്, അവന്റെ രണ്ട് സാക്ഷികളും മുനാഫിഖാണ് നബിയേ. അതുകൊണ്ട് എന്നെ ആരും കണ്ടിട്ടില്ല. ഇതന്നെ പറയുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ, മുനാഫിഖീങ്ങളായ ഈ മൂന്ന് പേരും നിന്ന് വിറക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് അവരെ വെറുതെ വിട്ടു. ഇയാളോട് ചോദിച്ചു, മോനെ, നിന്റെ കൈ മുറിക്കേണ്ട സമയമാണിപ്പോ. കട്ടു എന്നതിന് രണ്ട് സാക്ഷികൾ തെളിവാണ്. പക്ഷേ ഈ ഒട്ടകം നിനക്ക് വേണ്ടി സാക്ഷി പറയുന്നിടത്തേക്ക് നീ എന്താനുള്ള കാരണം എന്താണ്? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, റബീഉൽ അവ്വൽ മാസം ഇന്ന് എത്രയായി? വീടിന്റെ ഏതെങ്കിലും ഒരു റൂമിൽ ഇരുന്നിട്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഇരുന്നിട്ട് കുറച്ചാളുകളെങ്കിലും ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി. ഈ മൗലിദ് ഒന്ന് ചൊല്ലിച്ചിട്ടുണ്ടോ? എന്റെ സഹോദരങ്ങളെ, ഈ മുത്തുനബി ആരാണെന്ന് പഠിക്കണം നമ്മള്. ഈ ഒട്ടകത്തിനോട് നിമിത്തങ്ങൾ, ഈ മനുഷ്യനോട് നിമിത്തങ്ങൾ ചോദിച്ചപ്പോ അയാളുടെ മറുപടി എന്താണെന്നറിയുമോ? നബിയേ, എന്നെ കൈമുറിക്കുന്നതിന് തൊട്ട് എന്നെ രക്ഷപ്പെടുത്താൻ ഈ ഒട്ടകത്തിന് സാധിച്ചത്, ഈ ഒട്ടകം എനിക്ക് വേണ്ടി ശബ്ദിച്ചത് തങ്ങളുടെ മുഅ്ജിസത്താണ്. അതിന്റെ പുറമെ ഞാൻ എന്റെ നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലും നടത്തത്തിലും എല്ലാം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലും. ഏത് സമയത്തും തങ്ങളുടെ പേരിൽ സ്വലാത്താണ്. ആ സ്വലാത്തുള്ളത് കൊണ്ട് ഈ ഒട്ടകത്തിന് അല്ലാഹു എന്നെ രക്ഷക്ക് തന്നതാണ്. അഖില്ലായ മയ്യുഹ്സി മദിഹ മുഹമ്മദി. ആർക്കാണ് ഈ നബിയെ പറഞ്ഞു തീർക്കാൻ കഴിയുക? അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരങ്ങളെ, ആ മുത്തുനബിയോടുള്ള മഹബത്ത് കൽവിൽ വെച്ചോ. ആ വഫാത്തിന്റെ സമയത്ത് പോലും നമ്മളുടെ കാര്യമല്ലേ നിമിത്തങ്ങൾ പറഞ്ഞത്? പലതവണ നിങ്ങളത് കേട്ടതല്ലേ? ഞാൻ ആവർത്തിക്കുന്നില്ല. അർഹമുർറഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനും ഹിദായത്തും ഞങ്ങളിലും ഞങ്ങളുടെ സന്താന പരമ്പരകളിലും ശിഷ്യ പരമ്പരകളിലും നീ നിലനിർത്തി തന്ന് അവസാനം ആഖിബത്ത് നന്നായി ഒന്ന് മരിക്കാൻ ഈ സദസ് നീ കാരണമാക്കി തരണേ അല്ലാഹ്. ഞാൻ നിർത്തുന്നു. മരിക്കണം നമുക്കൊക്കെ. ഈ സദസ്സിലുണ്ടായിരുന്ന പലരും കഴിഞ്ഞ കൊല്ലത്തിലുണ്ടായിരുന്ന ഒരു കൊല്ലം കാണൂല. ഇതാണ് നമ്മുടെ അവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ മരിക്കണം എന്നുള്ള ബോധം വേണം. ആ മരിക്കുന്ന സമയത്ത് നല്ല ഓർമ്മയോടുകൂടെ മുത്തുനബിയെ കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇതൊന്ന് ചൊല്ലി മരിക്കണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ സഹോദരിമാരെ കുറച്ചൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമ്മളെ ജീവിതം നമ്മളെ തിട്ടപ്പെടുത്തി നല്ല ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി ജീവിച്ച് നമ്മളെല്ലാവരും അല്ലാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ ഐസത്തിന് വേണ്ടി പാതിരാ സമയത്ത് നിന്ന് ദുആഇടുന്നു. നമ്മളെല്ലാവരും അല്ലാഹുവിൻ്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തുകളിൽ പെടണം. നമുക്കതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ഇവിടെ മറ്റു പരിപാടികൾ മറ്റൊക്കെ നടക്കാനുണ്ടാകും. നിങ്ങളൊക്കെ ദുആക്കണം എന്ന വസിയത്തോടുകൂടെ സമയം വഴിപോയതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ റാഹത്തും ഇസ്സത്തും നമ്മളിൽ നമ്മുടെ പരമ്പരകളിലും അല്ലാഹു നിർമ്മിച്ച് തരുമാറാവട്ടെ. ദുആ വസിയത്തോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.